വലുതായി വരണം. എൻ്റെ അമ്മേ, ഞാൻ കാണിച്ചു തരേ. 17-ാം തീയതി നവംബറിലെ വീഡിയോ ആണിത്. കേട്ടോണ്ടിട്ട് ഞാൻ എണീക്കാൻ ഭയങ്കര ഉറക്കമായിരുന്നു. ഇന്ന് മഴ ഇത്തിരി മാറി നിൽപ്പുണ്ട്, എന്നിട്ട് ഭയങ്കര ഉറക്കം, ഒരുമാതിരത്തെ ഒരു ഉറക്കം. എനിക്കിഷ്ടമാണ് ഉറങ്ങണത്. അങ്ങനെ എണീറ്റപ്പോൾ രാവിലെ പോയപ്പോൾ അമ്മ നല്ല കലിപ്പിലായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക്. കലിപ്പെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അമ്മയ്ക്ക് റെസ്റ്റ് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ ഒന്നും പറയൂല. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ കുറച്ച് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ജോലി ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ 2 മണിയായി. എന്നാലും കളറും എന്തോ കറക്റ്റായി. പക്ഷെ കഴിച്ചാലേ നമുക്ക് പറയാൻ, എന്നാലും ഇതൊരു വിധം പറയാൻ പറ്റുള്ളൂ. കുട്ടിയിലെത്താണെന്നും പറയണം. പക്ഷെ നല്ല മഴക്കോള്. എന്തായാലും ഞാൻ പോട്ടെ, നെയ്യപ്പെടുത്തിട്ട് വരാം. ടേസ്റ്റ് ചെയ്ത് വേണം. അപ്പോൾ ഞാൻ പോകണം. ഞാൻ മോളിൽ പോയിരുന്ന് കഴിക്കട്ടെ. കാക്ക വരുന്നതുകൊണ്ട് കൊണ്ടുപോകാനും പേടി. ഒരുപാട് കൂട്ടമായിട്ട് വരും. തുണി നനച്ചിട്ടിട്ട് അത് ഇങ്ങനെ കസേരപ്പുറത്ത് കൊണ്ട് വെച്ചത് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ കുന്നായിട്ട് വരിക. വവ്വാല് നോക്കിക്കേ, കണ്ട അമ്മേ, ബ്യൂട്ടിഫുൾ അമ്മേ, അടിപൊളി. എന്താണല്ലേ സ്കൈ. എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് ഞാൻ അമ്മേ കണ്ട ഇങ്ങനെ കറങ്ങി അതോടെ രാവിലെ തൊട്ട് ജോലി ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടാണ്. എന്നിട്ട് കാല് തറയെ കുത്തിയപ്പോൾ തന്നെ വേദനിക്കുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ കഴിച്ചിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കാം. അത് ഞാൻ അമ്മ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. കാരണം അമ്മ ഉറങ്ങി കിടക്കുമ്പോൾ ശല്യപ്പെടുത്തണ്ടല്ലോ. 17-ാം തീയതി നവംബറിലെ വീഡിയോ ആണിത്. 17 നവംബർ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, 17-ാം തീയതി നവംബർ ഉച്ചയായിട്ടുണ്ട്. ഞാൻ എണീക്കാൻ ഭയങ്കര ഉറക്കമായിരുന്നു. ഇന്ന് മഴ ഇത്തിരി മാറി നിൽപ്പുണ്ട്, എന്നിട്ട് ഭയങ്കര ഉറക്കം, ഒരുമാതിരത്തെ ഒരു ഉറക്കം. എനിക്കിഷ്ടമാണ് ഉറങ്ങണത്. അങ്ങനെ എണീറ്റപ്പോൾ ഒരു 11:30 എങ്ങാണ്ട്, 12 ആവാറായി. എന്നിട്ട് ഞാൻ താഴെ പോയി കാപ്പി എടുക്കാം. ഇന്നലെ അടുക്കളയും സ്റ്റോർ റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകിയൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് ഇന്നല്ല കുറച്ച് ദിവസത്തേക്ക് എഡിറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അമ്മ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ പോയപ്പോൾ അമ്മ നല്ല കലിപ്പിലായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക്. കലിപ്പെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അമ്മയ്ക്ക് റെസ്റ്റ് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ ഒന്നും പറയൂല. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ കുറച്ച് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ജോലി ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ 2 മണിയായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകറി ചേച്ചി ഉണ്ടാക്കി. മുളകിട്ട് വയ്ക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ തേങ്ങ അരച്ചാണ് മീൻകറി വയ്ക്കുന്നത്. അപ്പോൾ മുളകിട്ട് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. അത് കാരണം വെറൈറ്റി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട്, കാരണം നമ്മളതല്ലല്ലോ ഉണ്ടാക്കണം എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അവൾ ആ മീൻകറി വെച്ചു. അമ്മ രാവിലെ കാപ്പി ഉണ്ടാക്കി. ഞാനിത് തേങ്ങ നേരത്തെ ഒരു ദിവസം വറുത്തിട്ട്, കാരണം ഞാൻ എൻ്റെ വീഡിയോ എടുത്തു, പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊന്നുമില്ല. അപ്പോൾ തേങ്ങ കടലക്കറിക്ക് വറുത്തിട്ടിട്ട് പിറ്റേന്ന് കടലയില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ ആ തേങ്ങ എടുത്ത് അമ്മ ഗ്രീൻ പീസ് കറി വെച്ചു. പപ്പടം കൂടി ഉണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ പപ്പടം ഇല്ല, എനിക്കിനി പൊരിക്കാനും വയ്യ, അതുകൊണ്ട് ഞാൻ പൊരിച്ചില്ല. പിന്നെ എപ്പോഴും കഴിക്കണം നല്ലതല്ല. ഞാൻ കഴിച്ചു തുടങ്ങിയ പിന്നെ എനിക്ക് നിർത്താൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ പൊരിച്ചൊക്കെ എടുത്ത് എഫേർട്ട് ഇട്ട് പപ്പടമൊക്കെ പൊരിച്ച് തിന്നു തുടങ്ങിയ പിന്നെ ഞാൻ എപ്പോഴും പപ്പടം എല്ലാത്തിനും എനിക്ക് ചോറിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെയും പുട്ടും പപ്പടമൊക്കെ കഴിച്ചതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ പോയി അപ്പോൾ ചേച്ചി മീൻ വെച്ചു. ഞാൻ പോയി രാവിലെ അമ്മ കാപ്പി ഉണ്ടാക്കി. പിന്നെ അമ്മയ്ക്ക് ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഏതോ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അമ്മയുടെ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കും. പക്ഷേ ഈ വീഡിയോസ് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് യൂട്യൂബിലിരുന്ന് വീഡിയോസ് കാണുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കണമെന്ന് തോന്നും. അപ്പോൾ അമ്മ സ്വന്തം സ്റ്റൈലിൽ അമ്മ അങ്ങ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ അത് ചെയ്തതുകൊണ്ട് പിന്നെ ഞാൻ പോയി മീനെടുത്ത് പെരട്ടി, ബാക്കി മീൻ പെരട്ടി കുറച്ച് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂര മീനാണ്. അപ്പോൾ അത് പെരട്ടി അത് ഞാൻ പൊരിച്ചു. പിന്നെ മരിച്ചിനി എല്ലാം കൂടി തൊലിച്ച്, അത് തൊലിക്കണം എനിക്കിഷ്ടമല്ല, തൊലിച്ച് അരിഞ്ഞ് അത് അടുപ്പിൽ വെച്ചു. അടുപ്പിലെന്ന് പറഞ്ഞാൽ ഗ്യാസിലാണ് കേട്ടോ. അടുപ്പും ഉണ്ട്, മറ്റേ അടുപ്പും ചിലപ്പോൾ വെള്ളമൊക്കെ അനത്താൻ വേണ്ടി മഴയില്ലാത്തപ്പോൾ എടുക്കും. അത് മേൽക്കൂരയില്ല, പുറത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറ്റില്ല. അപ്പോൾ അടുപ്പിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഗ്യാസിൽ വെച്ചാൽ നമ്മളിങ്ങനെ അങ്ങനെ അങ്ങ് പറയുന്നതാണ് വീട്ടിൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അപ്പം മരിച്ചിനി ഇതുപോലെ അടുപ്പിൽ ഗ്യാസിൽ വേവിക്കാനായിട്ട് വെച്ചിട്ട് വന്നു. അമ്മ ഇനി ബാക്കി നോക്കിക്കോളും. പിന്നെ നെയ്യപ്പം ഇനി കുറേ കഴിഞ്ഞാലേ ചൂടാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ചായ ഇട്ട് ഇങ്ങെടുത്തിട്ട് വന്നു, കാപ്പി ഇങ്ങെടുത്തിട്ട് വന്നു. ഇരിപ്പുണ്ട് ചായ, നല്ല അടിപൊളി ചായ. അപ്പോഴത്തേക്കും ബ്രദർ അവ ഉച്ചയ്ക്കൊന്നും ചായ കുടിക്കില്ല, പക്ഷേ ഞാൻ ചായ ഇടുന്നുണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവന് ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തു. ബാക്കി ഞാൻ ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇപ്പോൾ മണി 2 ആകാൻ പോകുന്നുണ്ട്. ഞാനിത് പെട്ടെന്ന് കഴിക്കും. കഴിച്ചതിന് ശേഷം വീഡിയോസ് എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. എന്നിട്ട് വൈകിട്ട് കുറച്ച് നേരം ടെറസിൽ പോയിരിക്കും. ഭയങ്കര ശാന്തതയാണ്. ആകാശമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറയണ്ട. പിന്നെ ഇന്നലെ ഞാൻ പപ്പായ വെച്ചിട്ട് ജാം ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആ ഫോണിൻ്റെ അമ്മയുടെ ഫോണാണ് താഴെ ഇരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ബാക്കി എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ച് തരുമ്പോൾ ഇപ്പോൾ ബ്രെഡ് ചേട്ടൻ നാളെ ബിരിയാണി വെക്കാൻ പോകുന്നുണ്ട്. അവനും വെക്കും ഞാനും വെക്കും. അവൻ്റെ സ്റ്റൈലിൽ വെക്കുന്നതാണ് അവന് ഭയങ്കര ഇഷ്ടം. എനിക്ക് എൻ്റെ സ്റ്റൈലിലാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി ഉണ്ടാക്കും. അവൻ കുറച്ച് അവന് വേണ്ടി, പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കുറച്ച് കഴിക്കാനും വേണ്ടിയിട്ട് അവനായിരിക്കും ആദ്യം ഉണ്ടാക്കി പെട്ടെന്ന് കഴിയണത്. അപ്പോൾ ആരാണ് ഉണ്ടാക്കുന്നത് അവരത് ആദ്യം എടുത്ത് വെച്ച് കഴിക്കും.
അപ്പോൾ അവനും ഞാനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി സാധനം വാങ്ങാൻ പോയപ്പോൾ അവൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി, എനിക്ക് വലിയ താല്പര്യമില്ല, ജാം ഇട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി അവൻ കാണിച്ച്. അപ്പോൾ ഞാൻ പപ്പായ ജാമിൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പപ്പായ ഇഷ്ടംപോലെ വീട്ടിലുള്ളതുകൊണ്ട് ഇനിയും ഞാൻ ഉണ്ടാക്കും എന്തായാലും. ഇപ്പോൾ ബ്രെഡുമായിട്ട് കഴിച്ചില്ല, അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ കൊള്ളാമെങ്കിൽ ഇനിയും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം, ഷൂട്ട് ചെയ്ത് ഇടാം. വലുതായിട്ടൊന്നുമില്ല, ഈസി സംഭവമൊന്നും. പഞ്ചസാരയും ചെറുനാരങ്ങയും പപ്പായയും തന്നെ മതി. അപ്പോൾ വെറുതെ അഴുകി കളയണവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പിള്ളേരുടെ അടുത്ത് പറയരുത്, പക്ഷേ പപ്പായയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് അയ്യോ പപ്പായ എന്ന് തോന്നും. കടയിലെ ജാമുപോലെ ഏതെങ്കിലും ആ കടയിലെ ജാമിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടങ്ങ് വെച്ചാൽ മതി. അവർ ഈസി ആയിട്ട് സൂപ്പറായിട്ട് കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാകും. എങ്ങനെയാണെന്ന് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും എന്താണ് അത് ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇനി ഒരുപാട് കത്തി അടിക്കുന്നില്ല. പിന്നെ എന്നും ഞാൻ ഇങ്ങനെ ഇത്രയും താമസിച്ചൊന്നുമല്ല കഴിക്കുന്നത്. ജോലി അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിലും, അതായത് അടുക്കളയിൽ ജോലി ഉണ്ടെങ്കിലും ഞാൻ രാവിലെ മിക്കവാറും ഭക്ഷണം എടുത്ത് കഴിച്ചിട്ടാണ് എഴിച്ച ഉടനെ ഞാൻ ഒരേ കൃത്യസമയത്ത് തന്നെ കഴിക്കും. താമസിച്ചാണ് കഴിക്കണമെങ്കിലും ഒരേ സമയത്ത് തന്നെ ഭക്ഷണം മിക്കവാറും കഴിക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഡയറ്റിങ് ഞാൻ ഉടനെ തുടങ്ങും. അപ്പോഴത്തേക്ക് എന്തായാലും കൃത്യമായിട്ട് കഴിച്ചൊക്കെ തുടങ്ങും. അപ്പോൾ കുറച്ച് ദിവസം നമ്മളൊരു മടി പിടിച്ച ദിവസം പോലെ അത് കുഴപ്പമില്ല. കുഴപ്പമില്ല എന്നല്ല, നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കണം. ഞാൻ പിന്നെ താമസിച്ചു വേണ്ട അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ശരി, ഇനി കത്തി വയ്ക്കുന്നില്ല, ഞാൻ കഴിക്കട്ടെ. ഇതിപ്പോൾ ഞാൻ സാധാരണ രാവിലെ 2 അപ്പമൊക്കെയാണ് കഴിക്കുക. ഇപ്പോൾ ഇതിൽ 3 അപ്പം അടുപ്പിച്ചുണ്ട് കേട്ടോ. ഇത്രയും താമസിച്ചുകൊണ്ട് എനിക്കറിയാം ഞാൻ കഴിക്കുമെന്ന്. വിശക്കും. അപ്പോൾ ഇന്ന് 17-ാം തീയതി നവംബറാണ്. വീണ്ടും നല്ല മഴ. 5 മണി കഴിഞ്ഞിട്ടുണ്ട്. മഴ നല്ല ഇരുണ്ട് വരണുണ്ട്. നല്ല മഴ ഉണ്ടാകും കേട്ടോ. ന്യൂനമർദ്ദങ്ങളുടെ എഫക്റ്റ് പ്രകാരമായിരിക്കും. അവിടെ നിന്ന് ഫ്ലൈറ്റും വരണുണ്ട്. കാക്ക പോയില്ല അതിൻ്റെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ആകണ്ട. താഴെ അമ്മ നല്ല നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് പോയി ഷൂട്ട് ചെയ്യാൻ മറ്റേ ഫോണിൽ അമ്മയുടെ ഫോണിൽ സ്ഥലമില്ലായിരുന്നു. ഞാൻ പോയി എടുത്തിട്ട് വരാം നെയ്യപ്പം. എന്നിട്ട് മുകളിൽ പോയിരുന്ന് കുറച്ച് നേരം കഴിക്കും. ഇടിയും മിന്നലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതാക്കുക ട്രെയിൻ നല്ല വലുതാണ് കേട്ടോ. പോട്ടെ ടാറ്റ. അപ്പോൾ ഞാൻ താഴെ പോയപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ മറന്നുപോയി. ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് മീനൊക്കെ മരിച്ചിനെ വയ്ക്കാൻ സഹായിച്ചതല്ലേ, മീനല്ല മരിച്ചിനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ അടുക്കളയൊക്കെ അടുക്കളയുടെ മേൽഭാഗം ഉണ്ടല്ലോ, അത് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി. അപ്പോഴത്തേക്ക് താഴെ വെള്ളം വീണു. അപ്പോൾ ഞാൻ തറയിലും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് കാണിച്ചത് കേട്ടോ. ഇപ്പോൾ ഞാൻ നെയ്യപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചായ എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, അതൊക്കെ വൃത്തിയാക്കിയതൊക്കെ ഒന്ന് കാണിക്കുവാണ് നിങ്ങളെ. പിന്നെ അമ്മ അവിടെ നിന്ന് നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് നല്ല വൃത്തിക്കൊന്ന് ഇടാൻ വിചാരിച്ചു. കാരണം അമ്മ ഇനി കുറച്ച് ദിവസം ഞാൻ ജോലി ചെയ്യാതിരിക്കുമ്പോൾ വഴക്ക് പറയാതെ അലക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയാക്കി കുറേ ഭാഗമൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം എഡിറ്റിങ് കഴിഞ്ഞിട്ട് പോയി വൃത്തിയാക്കണം ബാക്കി. എന്നാലും കളറും കറക്റ്റായി. പക്ഷെ കഴിച്ചാലേ നമുക്ക് പറയാൻ, എന്നാലും ഇതൊരു വിധം പറയാൻ പറ്റുള്ളൂ. കുട്ടി ചുമ്മല്ല അവളെ വിളിച്ചത്, കാണിക്കാൻ വിളിച്ചതായിരിക്കും. കുട്ടി നമ്മൾ കഴിച്ചു കഴിഞ്ഞാലേ കുട്ടി പറയാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ അത് കൊള്ളാതെ. എന്നാ വെച്ചാൽ നല്ല പെർഫെക്റ്റ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നേ. ഇനിയൊക്കെ തട്ടി വെച്ചിട്ട് കിടക്കും. ആ ചേച്ചി ഇട്ടിട്ട് നോക്കി പോലെ തിളങ്ങിട്ടെല്ലാം കുട്ടാത്തിയും കഴിക്കും. കൈ മാറ്റുമെന്ന് ചോറ് ഞാൻ വൃത്തിയാക്കും മുമ്പ് കഴിക്കാൻ വേണ്ടി എടുത്തതാണേ. കാപ്പി താമസിച്ച് കുടിച്ചുകൊണ്ട് കഴിച്ചില്ല. ഇനിയിപ്പോൾ നെയ്യപ്പവും ചായയും കുടിച്ചിട്ട് ഇത് രാത്രി കഴിക്കാം. എന്തായാലും ഇനി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ സ്വസ്ഥമായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല മഴ വരണുണ്ട് കേട്ടോ. ന്യൂനമർദ്ദം മറ്റേ അറബിക്കടലിലും ബേ ഓഫ് ബംഗാളിലും, അത് ബേ ഓഫ് ബംഗാളിലുള്ളത് ചെന്നൈയിലോട്ട് ആ ഏരിയയിലോട്ട് പോകണമെന്നും പറഞ്ഞ്, അറബിക്കടലിലുള്ളത് കർണാടകയുടെ ആ തീരത്താണെന്നും പറയണം. പക്ഷെ നല്ല മഴക്കോള്. എന്തായാലും ഞാൻ പോട്ടെ, നെയ്യപ്പം എടുത്തിട്ട് വരാം. നല്ല അടിപൊളി നെയ്യപ്പം ശരിയായി. അപ്പോൾ ഇവിടെ മാത്രമേ ഇത്തിരി മരിഞ്ഞു പോയി സൈഡ് ലാസ്റ്റ് ഭാഗം. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ മുകളിൽ പോയിരുന്ന് കഴിക്കട്ടെ. കാക്ക വരുന്നതുകൊണ്ട് കൊണ്ടുപോകാനും പേടി. ഒരുപാട് കൂട്ടമായിട്ട് വരും. തുണി നനച്ചിട്ടിട്ട് അത് ഇങ്ങനെ കസേരപ്പുറത്ത് കൊണ്ട് വെച്ചത് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ കുന്നായിട്ട് വരികയാണ്. ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്തില്ല. അവിടെ മുകളിൽ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഇത്രയും ഞാൻ നനച്ചിട്ടതാണ്. ഇവിടെ കിടക്കുന്ന ബെഡ്ഷീറ്റ്, പിന്നെതാ ആ ഓലയുടെ മറവിൽ ഒരാശ നിറച്ച ഡ്രസ്സുണ്ട്. എനിക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇത്രയും ഞാൻ നനച്ചിട്ട ഡ്രസ്സാണ്. പിന്നെ ഇനി പറയുകയാണെങ്കിൽ ചായ കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത് അങ്ങനെ വീടുകളൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് സേഫാണ്. എന്നാലും തീരെ ഇരുട്ടുമ്പോൾ എനിക്ക് പേടിയാവും. എനിക്ക് ഇരുട്ട് പേടിയാണ്. അപ്പോൾ കുറച്ച് സന്ധ്യ മയങ്ങണ സമയമൊക്കെ ഞാൻ ഇങ്ങനെ വന്നിവിടെ ഇരിക്കും. ഈ വീടിന് ചുറ്റും പണ്ട് ഫുൾ വയലായിരുന്നു. ഇപ്പോൾ ഒരു വീടുണ്ട്, എന്നാലും വയൽ കൂടുതലുണ്ട്. അപ്പോൾ കിതയ്ക്കണേട്ടോ, ഇനിയും പോയിട്ട് ജോലിയുണ്ട്. ആകെ മുഷിഞ്ഞിരിക്കുമായിരുന്നു. ഒരു ജോലിയും ചെയ്യേണ്ടെന്ന് വിചാരിച്ച ദിവസം ഇന്ന് ഫുൾ ജോലിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണി ആവാറായിക്കാണ്. നോക്കട്ടെ, 5:50 പക്ഷെ നല്ല ഇരുട്ടാണ്. ഈ ബക്കറ്റിലാണ് തുണി ഇട്ടിട്ട് വന്നത്. ഇനി ഫോണും എടുത്ത് തിരിച്ചു കൊണ്ട് പോകണം. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടപ്പുണ്ട്, ഒന്ന് വൃത്തിയാക്കണം. ഈ ലേസ് പാക്കറ്റ് എവിടെ നിന്ന് വന്നതെന്ന് മാത്രം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഞങ്ങളാരും കഴിച്ചിട്ടിട്ടതല്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇവിടെ വന്നിരിക്കണം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ചില സമയത്ത് മേഘങ്ങൾ പോകുമ്പോൾ നല്ല ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ പോകും. ഇന്നലെ അങ്ങനെയായിരുന്നു. ചേച്ചിയായിട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മഴ മേഘമാണ്. ഞാൻ 5 മിനിറ്റ് കൂടി ഇരുന്നിട്ട് ഞാൻ പോകും, കാരണം എനിക്ക് ഇരുട്ടായ പേടിയാവും. പിന്നെ എനിക്കിന്ന് നല്ല ജോലിയുണ്ട്. നാളെ ബിരിയാണി ഉണ്ടാക്കണമുണ്ട് ചേട്ടനും, അതായത് ബ്രദറിനും. പിന്നെ എനിക്കുള്ള കുറച്ച് ജോലിയൊക്കെ ചെയ്ത് വെക്കണം. ഇവിടെ ഇങ്ങനെ ബേർഡ്സ് ഒക്കെ ഇങ്ങനെ പറക്കും, കൊക്ക്, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. തത്തയുണ്ട്. അപ്പോൾ എനിക്കിന്ന് കിതയ്ക്കണോട്ടൊന്നും പറയാൻ പറ്റാനില്ല. പക്ഷേ ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പിയാണ് എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ആക്ച്വലി അത് പറയാൻ വേണ്ടി ക്യാമറ എടുത്തുകൊണ്ടുവന്നു. പക്ഷേ കിതച്ച് ക്ഷീണിച്ചിരിക്കുന്നുണ്ടൊന്നും പറയാൻ പറ്റാനില്ല. കൈ കൂടി വേന എടുക്കണം ഫോൺ പിടിച്ചിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ പകലെപ്പോഴെങ്കിലും ഫുള്ള് സ്ഥലവും കാണിച്ചു തരാം, ചുറ്റുമുള്ള ഭംഗി. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ എണീറ്റ് പോകും. ചെറുതായിട്ട് അയ്യോ കളർ വെച്ച് കാണാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടത് 7 കളർ ഉണ്ടെങ്കിൽ 4 കളറാണ്. ഇതല്ല റെയിൻബോ എന്ന് പറയുന്നത്. ഓടെ എന്നാലും ഇത്രയും കിട്ടിയത് എനിക്കൊന്ന് അനുഗ്രഹം. ബ്യൂട്ടിഫുൾ. നീ വാ, കൊച്ചിന് മനസ്സിലായില്ല കേട്ടാ. പതിയെ സൂക്ഷിച്ച് നോക്കി അവിടെ റെയിൻബോ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അയ്യോ എന്ത് ബ്യൂട്ടിഫുള്ളാണ് ദൈവമേ, നിങ്ങൾക്ക് കണ്ടുകൂടെ. അത് മങ്ങി പോയി കേട്ടോ. എൻ്റെ അമ്മേ, മഴ പെയ്യണോണ്ട് ഞാൻ പോകണേ, എനിക്ക് ജലദോഷം വരും. ഇതോ വവ്വാല്, നോക്കിക്കേ കണ്ട അമ്മേ. എവിടെയാണ് പോണത്? അമ്മേ, ഇതെന്താണിത്? നോക്കിയ കളറ് ഓറഞ്ച് റെഡ് കളറായി. ഇങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് തന്നെ. ബ്യൂട്ടിഫുൾ. അമ്മേ, അടിപൊളി. എന്താണല്ലേ സ്കൈ, മഴയും പെയ്യണം, റെയിൻബോ വലുതായി വരണം. എൻ്റെ അമ്മേ, ഞാൻ കാണിച്ചു തരേ, നിങ്ങൾക്ക് ക്ലിയർ കാണൂല. അമ്മ ബ്യൂട്ടി.